ഒരു എല്ലാവർക്കും എതിരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ആ ഉള്ള അന്ന് എന്താണ് ചോദ്യം, അതായത് ഞാൻ സിനിമ തട്ടിയെടുത്തുന്ന അത് എന്താണ് ആൾ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ആ പാതയിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുത്തുന്നാണോ അതാണോ? അല്ല അങ്ങനെ സമൂഹത്തിൽ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസർ, ഇഷ്ടംപോലെ സിനിമയായിരുന്നു, അത്തരം ഒരു ആരോപണം വരികയാണ് ലിസ്റ്റിനെതിരെ. അല്ല അങ്ങനെയല്ല. ഇപ്പം സാന്ദ്ര എൻ്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി. ഇപ്പം ഇന്നലെ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു നുണ പറയാനായിട്ട് ഇപ്പോൾ ഇതിന് പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായൊരു വിഷയത്തെ ഒരു എല്ലാവർക്കും എതിരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പം ഈവൻ ജാമ്യം എടുക്കും, SIT പോയി അതിന് ആൻസറൊക്കെ ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ വന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും അതിനെ എഗനിസ്റ്റായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ സാന്ദ്രേനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊരു സംഘടനയാണ്, നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അപ്പം എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ഈവൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ സംഘടനയുടെ പ്രസിഡൻ്റാണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷററാണ്. അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു ബൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും. ഇപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ 25,000 വരെ ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും. അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനായിട്ടാണ്. അപ്പം ഞാൻ എത്രയോ സിനിമകളിൽ നമ്മൾ ലേറ്റായിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ 20,000 രൂപയും 25,000 രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട്. എന്നാൽ ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആൻഡോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ്, ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം. ഞാനൊരു എക്സാമ്പിളാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല. കാരണം 21 അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവിൽ മൊത്തത്തിൽ. അതിൻ്റെ അകത്തൊരു പ്രസിഡൻ്റുണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രഷററുണ്ട്, 2 വൈസ് പ്രസിഡന്റുമാരുണ്ട്, 2 ജോയിൻറ്റ് സെക്രട്ടറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ്സിൽ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് അത് ഈ 2 വർഷത്തെ ഒക്കെയാണ് ഈ ടീം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരിക്കലും ഈ സാന്ദ്ര ആരോപിക്കുന്ന ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബി ഉണ്ണികൃഷ്ണൻ സിനിമകൾ കിട്ടുന്ന ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പം ഇവൻ പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം ശരിയിലാണ് ഇപ്പോൾ ഒരാൾ പറയുന്നത്, ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം, ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ. ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഇപ്പം ഇവനുണ്ടാവും. അടുത്ത 2 ചോദ്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ഡീസൻറ്റ് പ്രസ് മീറ്റ് അവസാനിപ്പിക്കാം.